റിപ്പോർട്ട് ബ്രേക്കിംഗ്. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ വേഗത്തിലാക്കാൻ കോൺഗ്രസ്. ഈ മാസം 23-ന് കോൺഗ്രസ് സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ദില്ലിയിൽ ചേരും. സുപ്രധാന തീരുമാനങ്ങൾ സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ ഉണ്ടാകും. സാധ്യതാ പട്ടിക തയ്യാറാക്കുമെന്നും സൂചനയുണ്ട്. ഫെബ്രുവരി ആദ്യവാരം ഭാഗിക പട്ടിക പ്രഖ്യാപിക്കാനാണ് നീക്കം. സർവേ ഫലങ്ങളും നേതാക്കളുടെ അഭിപ്രായങ്ങളും പരിഗണിച്ചായിരിക്കും പട്ടിക തയ്യാറാക്കുക. റോഷിപാൽ വിവരങ്ങളുമായി. റോഷിപാൽ, 23-ലെ സ്ക്രീനിംഗ് കമ്മിറ്റിയാണ് ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണയത്തിൽ ആദ്യം നടക്കുന്ന നടപടി എന്നാണോ മനസ്സിലാക്കേണ്ടത്? സ്മൃതി, സ്ക്രീനിംഗ് കമ്മിറ്റി ചെയർമാൻ മധുസൂദനൻ മിസ്ത്രിയുടെ നേതൃത്വത്തിൽ അംഗങ്ങൾ തിരുവനന്തപുരത്ത് 2 ദിവസം ക്യാമ്പ് ചെയ്തു. പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളുടെയൊക്കെ അഭിപ്രായം തേടി. അതിനുശേഷം അവർ തിരിച്ചുപോയി. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് കോൺഗ്രസ് ഹൈക്കമാൻഡ് നൽകിയിട്ടുണ്ട്. അതിനുശേഷമാണ് 23-ന് സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ ദില്ലിയിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നത്. 23-ന് സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ യോഗം ചേരും. നേതാക്കളുടെയൊക്കെ നിർദ്ദേശം പരിഗണിക്കുന്നുണ്ട്. അതിനുശേഷമാണ് സ്ഥാനാർത്ഥി സാധ്യതാ പട്ടിക തയ്യാറാക്കുന്നത്. അതിനുശേഷം പിന്നീട് വിശദമായ ചർച്ചകൾക്കൊടുവിൽ സർവേ റിപ്പോർട്ടുകൾ അടക്കം പരിഗണിച്ചുകൊണ്ട് അന്തിമ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കും. അതിനിടയിൽ തന്നെ ഭാഗികമായി ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സിറ്റിംഗ് സീറ്റുകൾ അവിടെ ഉള്ള MLA-മാർ അവർ മത്സരിക്കും. അതിൽ പാലക്കാട്, തൃപ്പൂണിത്തുറ ഒഴികെയുള്ള എല്ലാ MLA-മാരും മത്സരിക്കാനാണ് സാധ്യത. അത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനം ഒരുപക്ഷെ അതിനു മുമ്പേ ഉണ്ടാകും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന ജാഥ അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ മുഴുവൻ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കാൻ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം ലക്ഷ്യമിടുന്നത്. അതായത്